സത്യമല്ലേ? സ്വർണ്ണക്കടത്തിന്റെ ശിവശങ്കർ എന്നുള്ള ഒരു വിധത്തിൽ മാറ്റി അവസാനം ആളെ കുരുക്കിയിട്ടിട്ട് വമ്പൻ സ്രാവുകളെല്ലാം രക്ഷപ്പെട്ടു പോയില്ലേ, തിമിംഗലങ്ങളൊക്കെ രക്ഷപ്പെട്ടു പോയില്ലേ? അതേ ഇത് തന്നെ ആയിരിക്കും ഇവിടെ. ഇത് വന്നെങ്കിലും മുരാരി ബാബു നമുക്കിനി ഈ രണ്ടുപേരും ഇനി ജീവനോടെ പുറത്ത് വരുമോ, ജയിലിൽ കിടന്ന് എന്താണ് നമുക്കൊന്നും അറിയാൻ പറ്റത്തില്ല. ബിക്കോസ് ആ രീതിയിൽ അവർ ഒതുക്കും. മുരാരി ബാബുവിന്റെ വാർത്താ സമ്മേളനത്തെ കുറിച്ച് ആദ്യം സൂചിപ്പിച്ചിരുന്നു. അതെ അതെ, അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ അയാളുടെ ഒരു ശരീര ഭാഷയിൽ. പക്ഷേ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് നാം പരിശോധിക്കുമ്പോൾ അദ്ദേഹം തുടക്കത്തിൽ ആശങ്കയായിരുന്നു, അറസ്റ്റിലായ ശേഷം സന്തോഷത്തിലാണ്. അദ്ദേഹം രക്ഷപ്പെട്ട ഒരു ശ്രദ്ധിച്ചില്ലേ? ആ രണ്ട് ഇതും ആദ്യം അയാൾക്ക് ആശങ്ക ഉണ്ടായിരുന്നു. കാരണം ചിലയിടങ്ങളിൽ ഉറപ്പുകൾ ലഭിച്ചിരിക്കുമല്ലേ സാധ്യത? തീർച്ചയായിട്ടും. പക്ഷെ ഇപ്പൊ പുള്ളിക്കാരന് കാരണം അയാൾക്കറിയാം അയാളിൽ നിന്ന് ഒരുപാട് പേരുകൾ പുറത്തു വരും അല്ലെ, വരാതിരിക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം ശ്രമിക്കാൻ പറ്റുമോ ശ്രമിക്കും ഇപ്പുറത്തെ സൈഡ്. കാരണം ഇത് വമ്പൻ സ്രാവുകൾ ഉൾപ്പെട്ടാണ് തോന്നുന്നില്ലേ? കാരണം ഈ രണ്ടുപേരെ കൊണ്ട് ഇത്രയും വലിയൊരു കവർച്ചയും ദേവസ്വം ബോർഡിൽ ഇനിയും ഉദ്യോഗസ്ഥർ മാത്രമല്ല, ദേവസ്വം ബോർഡിൽ നിന്ന് പടിയിലേക്ക് പോകുമ്പോൾ മുന്നിൽ തലവൻ തൊട്ട് അത് അവസാനം നമുക്കറിയാം ഏതിലേക്ക് എത്തും. ശരിക്കും പറഞ്ഞാൽ ഒരു കിറ്റ് കാണിച്ചിട്ട് ജനങ്ങളെ ഇത്രയും പറ്റിച്ചിട്ടൊരു എന്തൊരു പുഴുത്തുന്നൊരു ഒരു സിസ്റ്റമാണല്ലേ നമ്മുടേത്. അതുപോലെ ആലോചിച്ച് നോക്കിയിട്ടുണ്ട് ഒരു വിശ്വാസ സമൂഹം ഈ ശബരിമല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.